അയ്യോ ഏട്ടത്തി. ആരുടെ ഏട്ടത്തി? എൻ്റെ ഏട്ടത്തി തന്നെയാ. വേറെ ആരുടെ ഏട്ടത്തി എന്നെ വിളിക്കുക? ഹലോ ഏട്ടത്തി. ആ ഞാൻ സുഖമായിരിക്കുന്നു. എന്തെടുക്കുന്നോ? സത്യം പറ. ഞാൻ ജോലിയിലെ ഏട്ടത്തി. ഏട്ടനെവിടെ? മാളൂട്ടിയോ? എന്താ? ഹലോ ഏട്ടാ. ഹലോ ഏട്ടാ. ആ കേൾക്കുന്നുണ്ട്. ടാക്സിക്കാരനോ? ഏത് അഡ്രസ്സ്? ഇവിടെ എത്തിയെന്നോ? മുംബൈയിലോ? എന്തിന്? മുംബൈയിലെത്തിയെന്ന്? हेलो ड्राइवर भैया, 3 भवन कामदेवी में एब्रासिൻ്റെ അടുത്ത് ബസ്. ഹാ ഭയ്യ പറയട്ടാ. ആയിക്കോട്ടെ, കണ്ടിട്ട് കുറേ ആയില്ലേ. ഓക്കെ ഏട്ടാ. കുടുങ്ങിയല്ലോ, തൊലഞ്ഞു. ഇവിടെ എത്താറായിരുന്നു. ഇപ്പോഴോ? ഏട്ടൻ ഇവിടെ എന്തോ ഒരു കോൺഫറൻസ് ഉണ്ടെന്ന്. അപ്പൊ എന്തിനാ ടാക്സിക്കാരന് കറക്റ്റ് അഡ്രസ് കൊടുത്തത്? ശരിക്കും മന്ദബുദ്ധി തന്നെ. എണീക്കടി. ഇപ്പൊ എവിടെ പോവും? ഞാൻ എന്തിനാ പോകുന്നത്? കളിക്കല്ലേ, രുദ്ര താണ്ഡവം നടക്കും. ഏട്ടൻ കൺട്രോൾ ഫ്രീക്കാ. ഞാൻ കട്ടിലിനടിയിൽ ഒളിച്ചാ പോരെ? അതൊന്നും ശരിയാവില്ല. ഏടത്തെ മണത്തറിയും. റെഡി ആവുക. എനിക്ക് പറ്റില്ല. എനിക്ക് പറ്റില്ല. എന്ത് പറ്റില്ല? എനിക്കിപ്പോ ഇവിടുന്ന് പോകാൻ പറ്റില്ലെന്ന്. അവര് വന്നോ, ഹലോ ഏട്ടാ, ഹലോ ഏട്ടത്തി, എന്താറ ലിവിംഗ് വിത്ത് മിസ്റ്റർ ആദി എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു കിടക്കും. അയ്യോ ഏട്ടത്തി. ഹലോ ഏട്ടത്തി, എത്തിയോ? ഇത്ര പെട്ടെന്നോ? ഫസ്റ്റ് ഫ്ലോർ? സെക്കൻഡ് ഫ്ലോർ എന്ന് പറയടാ. 5 മിനിറ്റ് കൂടെ കിട്ടും. കണ്ണേ മുത്തേ, എണീക്കടി. സ്വീറ്റ് ഹാർട്ട് മൈ ഡാർലിംഗ്. എൻ്റെ പൊന്നും കുടമേ ചക്കര മുത്തേ, എണീക്കടി. വാശി പിടിക്കരുത്, കാല് പിടിക്കാൻ ചക്കരെ. അവർ ചുമ്മാ വിസിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാം. എൻ്റെ കുറുമ്പാട്ടി, എണീക്കടി. കുറുമ്പാട്ടിയോ? ശരി കൊഴുക്കട്ട, എണീക്കടി. നിന്റെ ഏട്ടൻ. Maria. Hey, wait. I will do. Hey, I will open. ഹായ് ആദി. ഹായ് ഏട്ടാ. എന്ത് പറയുന്നടാ? അടിപൊളി. ആദി. ഹായ് മാളൂട്ടി. എന്താടാ ബിൽഗേറ്റ്സ്, സുഖമാണോ നിനക്ക്? Do you like some coffee or tea? Yes, please. അയ്യോ വേണ്ട, ഇപ്പൊ കുടിച്ചതേ ഉള്ളൂടാ. ഒന്നുകൂടെ കുടിക്കുന്നേ. 3 കോഫി പ്ലീസ്. ഭവാനി ആൻറ്റി ആരാ വന്നിരിക്കുന്നു നോക്കിയേ. ഹലോ മിസ്സസ് ഭവാനി, സുഖമാണോ? എന്നെ ഓർമ്മയുണ്ടോ? ഗണപതി സാർ ഇവിടെ ഇല്ലേ? ശരി, ഞാൻ പറയാം എവിടെ പരിഗണന. വാക്കിംഗ്, പാർക്കിന് ചുറ്റും 4 റൗണ്ട്, തിരിച്ചു വരുമ്പോൾ ന്യൂസ് പേപ്പർ വാങ്ങിക്കൊണ്ട് വരും. ശരിയല്ലേ? മൈസൂർ പാക്ക് ഗണപതി സാറിന് വലിയ ഇഷ്ടമല്ലേ? ഇവരൊക്കെ ആരാ ആദി? ഇതിന്റെ ഏടത്തി സരോജ. ഞാൻ വാസു. ഗണപതി സാറിൻ്റെ കൂടെ അയ്യോബിനുണ്ടായിരുന്നു. എല്ലാ വീക്കെൻഡിലും ഞാനിവിടെ ആഹാരം കഴിക്കാൻ വരുമായിരുന്നു. ഞാനോ? ഇവിടെ തന്നെ. സരോജയെ കല്യാണത്തിന് വെച്ച് മേഡം കണ്ടിട്ടുണ്ട്. മാളൂട്ടി ആദ്യമായിട്ടാ. ഇവിടെയോ? എടുത്തി കോഫി കുടിച്ചിട്ട് പോവാം. കോഫി എടുത്തി ബാച്ചിലേഴ്സ് റൂം വലിച്ചു വാരിട്ടിരിക്കാവും. എന്താ അത്? എനിക്കറിയില്ല. അത് എടുത്തി ഒരു കാര്യമുണ്ട്. ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. അതൊക്കെ പിന്നെ സംസാരിക്കാം. ഞാൻ പറയാനിരിക്കായിരുന്നു. അയ്യോ എടുത്തി ദേ നോക്കിയേ, ആദ്യം മുറി എത്ര ക്ലീൻ ആയിട്ടാ വെച്ചിരിക്കുന്നേന്ന്. നിങ്ങളെപ്പോലെ ഉഴപ്പൊന്നുമല്ല. ഇതെന്താ? ഓ, സിഗരറ്റ് പാക്കറ്റ് ഒന്നും കാണാനില്ലല്ലോ. കൊള്ളാതി, നല്ല മാറ്റമുണ്ട്. എടുത്തിന്റെ ട്രെയിനിങ്. What are you doing? പിടിക്ക്. എന്താ വൈകി ഗണപതി? 2 റൗണ്ട് കൂടുതൽ നടന്നു. വാസുദേവൻ. മോർണിംഗ് ഗണപതി സാർ. എന്താ കോൺഫറൻസാ? ബിസിനസ് ട്രിപ്പാ. റാഞ്ചിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ തന്നെ വരണമെന്ന്. നാളെ തന്നെ തിരിച്ചു പോകണം സാർ. ഹലോ വാ ഇവിടെ താമസിച്ചാൽ മതി, വേറെ എങ്ങും പോകണ്ട. ഞാൻ അപ്പോൾ പറഞ്ഞില്ല. പിടിച്ചോ. മറിയ, വേർ ആർ യു ഗോയിങ്? ജൽദി കരോ. പിന്നെ
വാസു ഇത് താര ആ, ഗണപതി അങ്കിളുടെ സിസ്റ്ററിന്റെ മോള് നീസ്. എൻ്റെ നീസോ? അങ്കിളുടെ നീസ്. ഗണപതിക്ക് അങ്ങനെ ആരും നീസായിട്ടില്ലല്ലോ. ആ ഞാൻ വാസു, ബാങ്കിൽ ഗണപതി സാറിൻ്റെ ജൂനിയർ ആയിരുന്നു, ആദിയുടെ ബ്രദറാ. ഹായ്. ഹലോ. ഞാൻ ഈ ചേച്ചിയെ കണ്ടല്ലോ. ഏയ് കട്ടുറുമ്പായോ ഞാൻ ഫാമിലി റിയൂണിയൻ സമയത്ത്. ആൻറ്റി ദ സി ഡി. താങ്ക്സ്. എന്തിനാ നിന്റെ മുറി പോകുന്നത്? എൻ്റെ സൈഡ് ഡ്രോയിങ്സ് ഇതിനകത്തായി. നിന്റെ മുറിയിൽ അവളുടെ സൈഡ് ഡ്രോയിങ്സ് എങ്ങനെ? ഗണപതി അങ്കിൾ അതൊക്കെ എടുത്ത് വെച്ചത്. കട്ടിലിന്റെ അടിയിൽ നോക്കോ. അങ്കിൾ ഇരിക്കെ. കൊച്ചിച്ച ഒരു ലൈഫ് ഉണ്ട്. വാ കളിക്കാം. സൈഡ് ഡ്രോയിങ്സ് ഓഫീസിലാണെന്ന് തോന്നുന്നു. ദാൻറ്റി കീ. അതെന്താ? അല്ല, താനെവിടെ സ്റ്റേ ചെയ്യുന്നത്? ഞാനോ? ഇവിടെ തന്നെ. ആ, അതെ. ഇവിടെയോ? ഇവിടെ തന്നെ. വേറെ എവിടെ? ഞാൻ പറഞ്ഞില്ലേ ഈ ചേച്ചിയെ കണ്ടെന്ന്. കൊച്ചിച്ചനെ എത്തിപ്പിടിച്ച്. ഞാൻ ഓഫീസിന് സമയമായി പോട്ടെ. ചെന്ന് ഓട്ടോ പിടിച്ചു കൊടുക്ക്. ഞാൻ വേണമെങ്കിൽ പോയി ഓട്ടോ പിടിച്ച് കൊടുത്തിട്ട് വരാം. ഞാൻ പോയിട്ട് വരാം. ഞാൻ വരാം. അല്ല, ഗണപതി സാറിന് ഇങ്ങനൊരു നീസ് ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. ഗണപതിക്ക് നീസ് ഇല്ല വാസു. ഒരിക്കൽ പറഞ്ഞ മനസ്സിലാവില്ലേ? സ്ലോവാ, ലേറ്റ് ആയിട്ടാ മനസ്സിലാവുന്നത്. അവനങ്ങനെയാ. താങ്ക് യു സാർ. ബാങ്കിലും സ്ലോ ആണ്. താങ്ക് യു. വെൽക്കം. മാളൂട്ടി സൂക്ഷിച്ച് വഴി വഴി. പോയിട്ട് വരാം. മേഡം താഴോട്ട് വരണമെന്നില്ല. അതെന്താ? ഞാനും വരും. താര, ഒന്നിങ്ങോട്ട് വന്നേ. ആ ഡോർ അടച്ചേക്ക്. ഏയ് നിക്ക് നിക്ക്. ആദ്യം അല്ല, വാസു. ഞാൻ പറയാൻ വന്നത് എന്തായിരുന്നു? സൂക്ഷിച്ചു പോണേന്നായിരിക്കും. നിന്റെ മോൾക്ക് പാട്ടോ വയലിനോ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്ക. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. ബാത്റൂമിൽ വേറെയും ചിലതൊക്കെ കണ്ടു. എന്താ ഇവിടെ നടക്കുന്നേ? ഒരു ബ്ലാക്ക് മെയിൽ നടക്കുന്ന പോലെയാ തോന്നുന്നത്. വാസു പറഞ്ഞ വീട് രണ്ടാക്കും. അങ്ങേരൊരു കൺട്രോൾ ഫ്രീക്ക്. സോ ഇത് നിങ്ങൾക്ക് ആദ്യോട് ചോദിക്കായിരുന്നില്ലേ? തെറ്റിദ്ധരിക്കില്ലെന്ന വിശ്വാസമുള്ളതുകൊണ്ട് ധൈര്യമായിട്ട് ചോദിക്കുക. സാറിൻ്റെ സിസ്റ്ററിൻ്റെ മോൾ താരെ ആദിക്കൊന്ന് ആലോചിച്ചൂടെ? കൺസിഡർ ചെയ്യാമോ സാർ? ദേ നോക്ക്, ഇതൊന്നും തീരെ ശരിയല്ല. ആദ്യം നീയും കല്യാണം കഴിച്ചാ ഗുഡ്, ഞാൻ മുൻകൈ എടുത്ത് നടത്തി തരാം. അതല്ലെങ്കിൽ മര്യാദയ്ക്ക് സ്ഥലം കാലിയാക്ക്. ഒരു സംശയം ചോദിച്ചോട്ടെ. ഒരു കല്യാണ സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടെങ്കിൽ ഇതൊക്കെ ശരിയാണെന്ന്? സരോജം ലേറ്റായി. ട്രാഫിക്കിന് 30 മിനിറ്റ് വേണോ അത്രേ. വേഗം ഇറങ്ങ, അച്ഛൻ പറയാൻ പറഞ്ഞു. വരുന്നെന്ന് പറ. പോ. ദാ നോക്ക്, കല്യാണം കഴിക്കാതെ ലിവിൻ റിലേഷൻഷിപ്പ് ഒക്കെ നാണക്കേടാ. ഒട്ടും ശരിയല്ല.